അപ്പോൾ 80 മണിക്കൂർ ഇവിടെ ഒരാൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബേസിക് വേജ് ഒരാൾക്ക് ഒരു മണിക്കൂറിന് 21 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫീസ് അടക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തിനേലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. ഈ പൈസ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ്. ഹായ് ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് UK വന്നിട്ട് പഠിക്കാനുള്ള ചെലവുകൾ, അല്ലെങ്കിൽ UK ഒരു മാസം ജീവിക്കാനുള്ള ചെലവുകളും ഒരു മാസം അവനക്ക് എത്ര ഇവിടെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണുക. കാരണം പുതിയ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും അവരുടെ പാരൻസിനാണെങ്കിലും ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ DM വന്നിട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഞാനിത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഇൻ UK ഇൻ എ മന്ത് ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സ്പെൻസസ് പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ഇൻകം എന്താണെന്നും ഇവിടുത്തെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ എക്സ്പെൻസ് അക്കോമഡേഷൻ ആണ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലക്ക് അക്കോമഡേഷൻ ഭയങ്കര നിലക്ക് എന്താണ്, അതായത് അവൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 50% മുകളിൽ തന്നെ ചിലപ്പം എന്തായിട്ട് അക്കോമഡേഷൻ്റെ ഫീ ആയിട്ട് തന്നെ പോകുന്നുണ്ടാവും. ഓക്കെ, അക്കോമഡേഷൻ ഇൻക്ലൂഡിങ് ബിൽസും ഉണ്ടാവും, എക്സ്ക്ലൂഡിങ് ബിൽസും ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഇൻക്ലൂഡിങ് ബിൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്താണ് സെപ്പറേറ്റ് ബിൽസ് നമ്മൾ അടക്കേണ്ടി വരും. ഓക്കെ, റെന്റിന് പുറമെ സെപ്പറേറ്റ് ബിൽസും അടക്കേണ്ടി വരും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ 24/7 നിങ്ങൾക്ക് എല്ലാ സർവീസും കാര്യങ്ങളും കിട്ടുന്ന ഒരു 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം. ആംബർ എന്നാണ് അവരുടെ പേര്. ആംബർ സ്റ്റുഡൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്ത ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ സെയിം ആയിട്ട് നിങ്ങളോട് ഇതിൻ്റെ കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആംബറിൻ്റെ ഒരു സ്കോളർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആംബർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന. അപ്പോൾ അതിൽ ആംബർ സ്കോളറിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എന്ത് ചെയ്താൽ മതി, എൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൽ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ നിന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്തോളും, ആംബറിൽ നിന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്തോളും. അതായത് നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും വേണമെന്നില്ല. എന്തായാലും നിങ്ങൾക്ക് 12,000 പൗണ്ടിൻ്റെ സ്കോളർഷിപ്പാണ് നൽകുന്നത്. വെറും ലക്കി ഡ്രോ ആണ്. ഇതിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അതായത് വേറെ ഹിഡൻ പ്രോഗ്രാംസ് ഒന്നും ഇതിലില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 16 വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട. അപ്പോൾ നല്ലൊരു ഒരു കാര്യമായിരിക്കും ഈ 12,000 പൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ. 3 പേർക്കാണ് കിട്ടുന്നത്. ഫസ്റ്റ് പ്രൈസ് 6,000 പൗണ്ടും, സെക്കൻഡ് പ്രൈസ് 4,000 പൗണ്ടും, തേർഡ് പ്രൈസ് 2,000 പൗണ്ടുമാണ്. അപ്പോൾ അതാരും മിസ് ഔട്ട് ചെയ്യേണ്ട. എല്ലാവരും ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്തോളും. ഒന്നുകിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ ഇവിടെ ചിലവ് വരുന്നത് ഒരു സ്റ്റുഡൻറ്റിന്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ചിലവ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 350 to 400 പൗണ്ട് വരെയാണ്. ഞാൻ ലണ്ടനിലെ കണക്കാണ് പറയുന്നത്. ഔട്ടർ ലണ്ടനിലാകുമ്പോൾ ഇതിലൂടെ കുറച്ചും കൂടി കുറയും. അപ്പോൾ അത് 250 to ഈ ഒരു റേഞ്ച് വരെയൊക്കെ ആയിരിക്കും ഔട്ടർ ലണ്ടനിൽ വരുന്നത്. ഇവിടെ 350 മുതൽ 400 പൗണ്ട് വരെ, മുതൽ 400 പൗണ്ട് വരെ എന്നല്ല, 400ന്റെ മുകളിലോട്ട് അങ്ങോട്ട് എത്രയും വരാം. അപ്പോൾ ഓരോ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്തായിരിക്കും അക്കോമഡേഷനിൽ ഇവിടെ റെന്റിൽ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ചിലപ്പോൾ ഇൻക്ലൂഡിങ് ബിൽസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ബിൽസ് അടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അക്കോമഡേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇവിടുത്തെ മെയിൻ ചെലവ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ അക്കോമഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷനാണ് ചിലവ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഏകദേശം ഒരു നോർമലി ട്യൂബും അതേപോലെ തന്നെ ബസ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു 200 പൗണ്ട് വരെ, അല്ലാന്നുണ്ടെങ്കിൽ 150 to 200 നോർമലി റേഞ്ചിൽ
എന്തായാലും ഒരു മാസത്തെ ചിലവ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ഗ്രോസറീസിനായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഗ്രോസറീസ് ഒക്കെ വാങ്ങിയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേയൊക്കെ എക്സ്പെൻസ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. ഏകദേശം ഒരു 100 പൗണ്ടിനകത്താണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ലക്ഷറി ആയിട്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫുഡൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനിയല്ല നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവ് വരും. ഒരു 200-250 വരെയൊക്കെ എന്തായാലും വരും. നല്ല റേറ്റ്, നല്ല ഡിഫറൻസ് ഉണ്ട്. പുറത്തുനിന്ന് കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ ഗ്രോസറീസ് വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട് അതിൽ. പിന്നെ അതേപോലെ തന്നെ ഫോൺ ബില്ല് എന്തായാലും ഫോൺ ബില്ല് ഒരു നോർമൽ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 പൗണ്ട്, അല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 25-35 പൗണ്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ചിലവാണ് എന്ത് ഫോൺ ബില്ലിന് വരുന്നത്. പിന്നെ മറ്റ് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ചിലവുകൾ, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോകാനോ അങ്ങനത്തെ ഇതിനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ചിലവുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 100-150 പൗണ്ട് കൂട്ടാം. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആയിരിക്കും. ഈ മിക്സ്ഡ് എക്സ്പെൻസസ് എത്രയാണെന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല, അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒന്ന് എന്താ പറയുക, കൂടാൻ പാടില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചുരുങ്ങിയ ചിലവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 630 പൗണ്ട് ഇവിടെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അതായത് മിക്സ്ഡ് എക്സ്പെൻസസ് ഒന്നും കൂട്ടാതെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 630 പൗണ്ട് ആസ് എ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു നോർമലായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അത്രയും ചിലവ് വരുന്നുണ്ട്. കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റും നോക്കുക. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമുക്കിവിടെ 20 മണിക്കൂറേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ നിയമം. 20 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 20 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ വെറും 80 മണിക്കൂറാണ് ടോട്ടൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ 80 മണിക്കൂർ ഇവിടെ ഒരാൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബേസിക് വേജ് ഒരാൾക്ക് ഒരു മണിക്കൂറിന് 21 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 12.21 12.21. അതായത് 12 പൗണ്ട് 21 പെൻസുമാണ് ഒരു മണിക്കൂറിന് വരുന്നത്. അപ്പോൾ അത് 80 മണിക്കൂർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പറയുകയാണെങ്കിൽ 976 പൗണ്ട് നമുക്ക് ഒരു മാസം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. 976 പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം 1 ലക്ഷത്തിന്റെ മുകളിലായി. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റ് നമുക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടും ഇവിടുത്തെ എക്സ്പെൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പറഞ്ഞു 976 പൗണ്ട് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു ബേസിക് എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 630 പൗണ്ട് നമുക്ക് ഒരു മാസം നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫീസ് അടക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തിനേലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കുറച്ച് ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. ഈ പൈസ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എല്ലാവർക്കും അറിയുന്ന ടിപ്സുകൾ തന്നെയാണ്, എന്നാലും എല്ലാവരും അറിഞ്ഞിരിക്കണം. വരുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ യൂണിഡേയ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള. അതായത് യൂണിഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനത്തിനും, അതായത് കുറേ ബ്രാൻഡുകൾ ഉണ്ട് അതിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്രോസറീസ് കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല ടിക്കറ്റുകൾ എടുക്കുന്നിടത്ത് ഒക്കെ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 10% എന്താണ് ഓഫറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻറ് ബീൻസ് എന്ന് പറയുന്ന അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അൽദി, ലിഡില്, അസ്ദ എന്നീ പോലത്തെ നല്ല ചീപ്പസ്റ്റ് ഗ്രോസറീസ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റുകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് ഒരു നിലക്ക് നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻറ് ബാങ്ക് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിലെന്ത് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താക്കുക, ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ എന്താണ് ടിപ്സും കാര്യങ്ങളും. അതായത് നമുക്കൊരു മാസം ഇവിടെ നീങ്ങിപ്പോണെങ്കിൽ തന്നെ 630 പൗണ്ട് ചുരുങ്ങിയത് വേണം. അപ്പോൾ ചുരുങ്ങിയൊരു ചിലവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലും കൂടിയതും ഉണ്ടാവും, കുറഞ്ഞതും ഉണ്ടാവാം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വരുന്നവർ എന്തായാലും നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇവിടെ UK വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ചോദിക്കുന്നവർക്കായിട്ടുള്ള റിപ്ലൈ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, അതുവരേക്കും ബൈ. ലണ്ടൻ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾ എന്താണോ നാട്ടിൽ കണ്ടുവരുന്നത് അതല്ല യഥാർത്ഥ ലണ്ടൻ. നിങ്ങൾ ചപ്പിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങളെ കയ്യില് ഒരു ബാക്കപ്പ് ആയിട്ട് 4 month എക്സ്പെൻസിന്റെ ഒരു ഫണ്ട് കണ്ട് നിങ്ങൾ ലണ്ടനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ.
നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോബ് എടുക്കാം. ഇവിടെ ജോബിന് പോകാത്ത ഞാനും 2-3 ഫ്രണ്ട്സും ഉണ്ട്. നമ്മളിങ്ങനെ മുട്ടി ജീവിച്ചു പോവുകയാണ്. അതെ അതെ. സെലീമിനും ജോബൊന്നുമില്ല. അപ്പോൾ പാർട്ട് ടൈം ജോബിന്റെ പറയട്ടെ.